സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് റാന്നിയിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോർജ് അവറുകളാണ്. അദ്ദേഹം റാന്നി സ്വദേശിയാണ്. അദ്ദേഹം നമ്മുടെ ജോർജ് സി തോമസ് പാസ്റ്ററെ പോലെ റാന്നിയിലെ ഒരു ശബ്ദമാണ്. ഇപ്പോൾ അടൂരിൽ ശുശ്രൂഷിക്കുന്നു. കർത്താവിന്റെ ദാസന് അവിടെ ഒരു ചെറിയ വയൽ കോളേജിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പവർ വിഷനിൽ കൊയറിൽ ചേർന്ന് അവിടെയും പവർ വിഷനിൽ ശുശ്രൂഷിക്കാൻ ദൈവം അവസരങ്ങൾ കൊടുക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളം പ്രയർ ലൈൻ 960 ദിവസം ഇങ്ങനെ കൂടി വന്ന എല്ലാ ദൈവദാസന്മാരെയും പ്രത്യേകം സാബുവും ബേബി പാസ്റ്റർ, ജോർജ് കുട്ടി അങ്കിള്, തോമസ് കുട്ടി അങ്കിള്, അതുപോലെ എബ്രഹാം മാത്യു പാസ്റ്റർ, ജോമോൻ എബ്രഹാം പാസ്റ്റർ, ജോൺ മാത്യു അങ്കിൾ, സിസ്റ്റർ ബ്ലെസ്സി സാമുവൽ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെന്നി മോസസ് സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈവിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. തുടർന്നുള്ള 20 മിനിറ്റ് കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോർജ് അവറുകൾ ആരാധന നമ്മെ നയിക്കുന്നതായിരിക്കും. ഓവർ ടു പാസ്റ്റർ ഡാനിയൽ ജോർജ്. Praise the Lord. Hallelujah. Thank you, Jesus. ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. Hallelujah. Thank you, Jesus. Hallelujah. കേൾക്കാമോ? Okay. ഓരോ ദിവസവും നമ്മളെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, അവനിൽ എപ്പോഴും ഒന്ന് സന്തോഷിപ്പാൻ, അവനിൽ എപ്പോഴും ഒന്ന് ആനന്ദിപ്പാൻ, അവനിൽ ആശ്രയിപ്പാൻ. അപ്പൊ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ, ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആമേൻ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും. ഹല്ലേലൂയ. അതിന് പ്രത്യേകിച്ചൊരു സമയമില്ല. ഏത് നിമിഷവും അവനെ ആരാധിപ്പാൻ, ഏത് നിമിഷവും അവനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ അവനെ സ്തുതിപ്പാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കുന്നു. ചേർന്ന് പാടി ആ നാമത്തെ ഒരുമിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീ എൻ്റെ രക്ഷകൻ, നീ എൻ്റെ പാലകൻ, നീ എൻ്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും
മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. ആമേൻ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. നന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനായവനെ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമൻ ദൈവമെന്നും. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രം എൻ ദൈവം. നടത്തിയ വിധങ്ങളെയൊക്കെ ഓർത്തൊന്ന് ചേർന്ന് പാടാം. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, അവൻ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോ, സ്തുതിക്കുവാനായിരം നാവു പോരായേ. എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ. എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനേ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അവൻ അതിശയവാൻ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നു. ഹല്ലേലൂയ. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രം എൻ ദൈവമെന്നും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നല്ലവനായി കൂടെയുള്ള ദൈവിക സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും നമ്മോടൊപ്പമുള്ള ആ ദൈവിക പരിപാലനത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന അങ്ങയുടെ വിധങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ ഞങ്ങൾ ഉറപ്പോടുകൂടി പറയും, ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, മറിച്ച് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ് ഞങ്ങളെ നടത്തുന്നത്. ഹല്ലേലൂയ. ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചത് ആ കൃപയാലാണപ്പ. ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നത് ആ കൃപയാലാണപ്പ. ഞങ്ങളുടെ കെട്ടുകളെ അഴിക്കുന്നത് ആ കൃപയാണപ്പ. ഞങ്ങളുടെ നിത്യതയിലേക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്നതും ആ കൃപയാണ്. ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓ കൃപയാ, 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 കൃപയാ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ 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 ചേർന്ന് പാടാമോ? കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ, വലിയവനാക്കിയതും ദൈവകൃപയാൽ. പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാൽ, വലിയവനാക്കിയതും ദൈവകൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാൽ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. ആമേൻ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാൽ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. കൃപയാൽ 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 കൃപയാൽ. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലേ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലേ, ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഓ നന്മയൊന്നും
മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം അവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയാവോ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരാ. ചേർന്ന് പണം. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നു പരിചയാവോ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ശാദാന. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ശബാനത്. Thank you, Jesus. Hallelujah. Oh, Shababana Hadara Shiaguru. Oh, Riadala Baba Shamari Hanada Vivadana. Oh, Shababamana Dere Vaidaragan Chudabalamdane. Oh, Ribaba Shampanari Antanelia Tanarabanaga. Thank you, Jesus. Hallelujah. Nandi Yeshua, Nandi Yeshua. Hallelujah. Uria Tharalaba Shamtaneria Tharalakas. Thank you, Jesus. Apaya glory വെച്ചൊരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 103 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ ഓർത്തു നോക്കിയാൽ, ഹല്ലേലൂയ, നാം വാഹനത്തിലായിരുന്നപ്പോൾ യഹോവ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, നാം യാത്ര ചെയ്തപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളുടെ സാഹചര്യം വന്നപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഇന്ന് രാത്രികാലം എല്ലാ രീതിയിലും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അവൻ ചെയ്ത ഉപകാരങ്ങളെ എല്ലാം ഓർത്താൽ നന്ദിയല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല. ഇന്ന് രാത്രികാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവിക സന്നിധിയിലായിരിക്കുന്നവർ, എന്നാൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷ പ്രാപിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോട് അവൻ പറയും, എന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ആ കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായതാണ്. ഹല്ലേലൂയ. ആ വലിയ ഉപകാരം എന്റെ ജീവിതത്തിൽ ചെയ്തത് കൊണ്ടാണ്, ആ രക്ഷ എന്റെ ജീവിതത്തിൽ നൽകി തന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം അവനെ സ്തുതിപ്പാൻ, ഇന്ന് രാത്രികാലം അവനെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ ഞാൻ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ ഉറപ്പോടെ, താങ്ക് യു ജീസസ്, ആ നാഥനെ ഒന്ന് സ്തുതിപ്പാൻ, നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ആ നല്ല സ്നേഹിതനെ, ഹല്ലേലൂയ, ഒന്ന് സ്തുതിപ്പാൻ. ഓ, ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ
ശ്രുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴയാ ബഹുമാന്യനാമ ആചാര്യനായി വാനിലാവൻ വാഴയാ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും നമ്മുടെ ബലഹീനതയെ കൈവിടാത്ത സ്നേഹം ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും ആകയാൽ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പാ. ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ വലിയനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിന് നന്ദി പറയുന്നു. അല്പനിമിഷം അങ്ങേ പാടുവാൻ, സ്തുതിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അപ്പാ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിന് നന്ദി പറയുന്നപ്പാ. സകല മഹത്വവും അപ്പൻ നൽകുകയാണപ്പാ. ഞങ്ങളൊന്നും പുകഴുവാനില്ല, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. തുടർന്നുള്ള സകല ശുശ്രൂഷകളെ പൊന്നുപാദപ്പെടുന്നെങ്കിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. ജീവൻ തന്ന രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി നമ്മുടെ ഈ പ്രാർത്ഥനാ ലൈനിൽ നമ്മുടെ വലിയ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കി തീർത്തു. ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോർജ് ദേവദാസനെ കർത്താവ് ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. ശുശ്രൂഷകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ മലയാളം പ്രയർ ലൈൻ പവേർഡ് ബൈ തൂലിക ടിവിയുടെ 960 ദിവസം കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാരെയും ഒരിക്കൽ കൂടെ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. വീണ്ടും നമുക്ക് നാം ചെയ്തു വരുന്നത് പോലെ തുടർന്നുള്ള 40 മിനിറ്റ് ദൈവവചന കേൾവിക്കായിട്ട് സമയത്തെ വേർതിരിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ചെറിയാനുമ്മൻ പാസ്റ്ററാണ്. അദ്ദേഹം ദേവദാസന്
തിരുവല്ലയ്ക്കടുത്ത് മേപ്രാൽ എന്ന സ്ഥലത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. ഭൗമിക ജോലിയോടൊപ്പം 1987 വരെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷ വേലയിൽ പങ്കാളിത്തം വഹിച്ചു പോന്നു. എന്നാൽ 1988 മുതൽ പൂർണ്ണ സമയം ദൈവരാജ്യ വ്യാപനത്തിൽ സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കുന്നു. ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വടക്കേ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിലും നേപ്പാളിലും പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്രിസ്തീയ സംഘടനയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. സഫൽ ചർവാഹോങ്കി മാർഗദർശിക എന്ന പാസ്റ്റൽ മിനിസ്ട്രി ഹാൻഡ് ബുക്ക് ഇന്ത്യയിലും 4 പതിപ്പുകൾ, നേപ്പാളിലും പ്രസിദ്ധീകരിച്ചു. ഈ ജീവിതത്തിനും അപ്പുറം എന്ന ഗ്രന്ഥം മലയാളത്തിലും ഹിന്ദിയിലും നേപ്പാളിലും പ്രസിദ്ധീകരിച്ചു. 75 വർഷം പൂർത്തീകരിച്ച മേപ്രാൽ ഇന്ത്യ ദൈവസഭയുടെ സംക്ഷിപ്ത ചരിത്രം അടങ്ങുന്ന ഒരു സഭയുടെ കഥ, ഒരു ദേശത്തിന്റെയും അതുപോലെ തന്നെ ക്രിസ്തീയ സ്നാനവും കർത്തൃമേശയും അറിയേണ്ടതെല്ലാം എന്നീ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് കൂടാതെ വിജയമാർക്ക്, കുറ്റമാരുടേത്, മോക്ഷം പ്രാപിക്കുവാൻ എന്നീ ലഘുലേഖകൾ രചിച്ചു. ഈ ലഘുലേഖകൾ ഇന്ത്യയിലെ അനേക ഭാഷകളിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ ഗോസ്പൽ ഫോർ ഏഷ്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസനും അതുപോലെ തന്നെ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ പ്രവർത്തിച്ച ബെന്നി മോസസ് സാർ ഇവിടെ ഉണ്ടല്ലോ. എനിക്കും അവിടെ അല്പസമയമായിരിക്കുവാനും കർത്താവിന്റെ ദാസിനെ പരിചയപ്പെടുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസി, ലില്ലി ചെറിയാൻ ആന്റി, മക്കള് പ്രൈസ്, ആഷിഷ്, അവർക്ക് കൂട്ടായിട്ട് കൊടുത്ത ആൽവിൻ, സാറ, അതുപോലെ തന്നെ പേരക്കുട്ടികൾ അലക്സ്, എലൈജ, ക്രിസ്റ്റിൻ, എലൈൻ, അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ ചെറിയൻ ഉമ്മൻ സാർ അവരെ മുന്നോട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ ബ്ലെസൻ. നല്ല ഇൻട്രൊഡക്ഷന് വേണ്ടി നന്ദി കരയറ്റുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രെയർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇതേ സമയം ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലുള്ള ഞങ്ങളുടെ കോവർക്കേഴ്സ് ഇപ്പോൾ സൂം മീറ്റിങ്ങിൽ പ്രാർത്ഥന നടത്തുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളും ഈവനിങ്ങിൽ ഇതിനു വേണ്ടി സമയം വേർതിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ വർഷങ്ങളായിട്ട്. പ്രിയ ദേവദാസൻ ബ്ലെസൻ ആവശ്യപ്പെട്ട പ്രകാരം ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ സാധിച്ചത് സന്തോഷം. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ബെന്നിയെയും കാണുവാനൊക്കെ ഇടയായതിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വളരെ വർഷങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം സാവകാശം തന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ഇന്നും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വസ്യോർത്ത് കർത്താൻ നന്ദി കരയറ്റുന്നു. പ്രത്യേകം നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യം, അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ദൈവവേലയിലായിരിക്കുന്ന നിമിത്തമായിട്ട് ഒത്തിരി ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണിത്. ഈ മാസം 15-ാം തീയതി എല്ലാവരും അറിയപ്പെടുന്ന ദേവദാസൻ പാസ്റ്റർ PC അലക്സാണ്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസൻ മലയാളിയാണ് പക്ഷെ വിനോദ് കുമാർ മോഹൻ. അദ്ദേഹം ഗാസിയാബാദിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈവനിങ്ങിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 14 ദിവസത്തേക്ക് തടവിലാക്കിയിരിക്കുകയാണ്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ UP-യിൽ ഇങ്ങനെ ക്രിസ്തീയ ദേവദാസന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മേൽ ചുമത്തുന്നത് തീവ്രവാദികളുടെ മേൽ ചുമത്തുന്ന അതേ ക്ലോസുകളാണ് ഇവരുടെ മേൽ ചുമത്തുന്നത്. അതും നിമിത്തമായിട്ട് ബെയിൽ കിട്ടാൻ, ജാമ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹൈക്കോടതിയിൽ പോലും ജാമ്യം കിട്ടാതെ സുപ്രീം കോടതിയിൽ വരെ ജാമ്യത്തിന് വേണ്ടി പോകേണ്ട അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതിന് പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമക്കൾ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യത്തിൽ അത്യാവശ്യമാണ്. നമ്മൾ സൗഖ്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സുഖത്തോടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഓർക്കുക, ജയിലുകളിൽ, പ്രത്യേകിച്ച് UP-യുടെ ജയിലുകൾ വളരെ മോശം അവസ്ഥയാണ്. ഈ ചൂട്, ഭയങ്കരമായ ചൂട്, താങ്ങാനാവാത്ത ചൂട്, അത് സഹിച്ചുകൊണ്ടാണ് ഈ ദേവദാസന്മാർ ജയിലുകളിലായിരിക്കുന്ന. ഈ പാസ്റ്റർ വിനോദ് കുമാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂട്ടുവിശ്വാസികളും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയിരുന്നു. കുറേ ഭക്ഷണം കൊണ്ടുപോയി, കുറേ പൈസയും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പക്ഷേങ്കിൽ ആ പൈസയും ഭക്ഷണവും എല്ലാം പോലീസുകാർ തട്ടിപ്പറിച്ചെടുത്തു, അദ്ദേഹത്തിന് കൊടുത്തില്ല. വളരെ ബുദ്ധിമുട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആയിരിക്കുന്നു. ഡൽഹി UP ബോർഡറിൽ ഞങ്ങൾക്ക് 7 ദേവദാസന്മാർ പ്രവർത്തിക്കുന്നു. ഈ 7 പേരും എന്നും ടെൻഷനിലാണ്. എപ്പോഴാണ് അവരുടെ മേൽ പോലീസിന് ഫോൺ വരുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു ഭയത്തിലാണ് കഴിയുന്ന. കാര്യം, അറസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ദേവദാസനെ പിടിച്ചാൽ അദ്ദേഹത്തിന് ഫോണിലുള്ള കോണ്ടാക്റ്റുകളെയെല്ലാം പാസ്റ്റർ എന്നോ
PS പേര് ചേർത്ത് വെച്ചിരിക്കുന്ന ആരൊക്കെയുണ്ട് അവരുടെ എല്ലാം നമ്പറിൽ അവരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യുകയും മിക്കവാറും പലരെയും പിടിച്ചകത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത്ര ഒരു ഗുരുതരമായ സാഹചര്യം ഡൽഹി UP ബോർഡറിൽ നിലകൊള്ളുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ആ വിഷയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതും ഉൾപ്പെടുത്തുക. മറ്റൊരു പ്രാർത്ഥന വിഷയം കൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, ദൈവയിലുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ 2018 ഒരു ബിൽഡിംഗ് പണിയാൻ ആരംഭിച്ചു. അത് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. പക്ഷെങ്കിൽ ആ നിർമ്മാണഘട്ടം ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 3 ഫ്ലോർ ഞങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പ്രധാന ആളുകൾ, റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻകാർ, അവർക്ക് മനസ്സിലായി ഇത് ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ആണെന്നും ചർച്ചാണെന്നും ഒക്കെ മനസ്സിലായപ്പോൾ അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് സ്റ്റേ ഓർഡർ വാങ്ങി അത് സീൽ ചെയ്തു. മാത്രമല്ല ആ ബിൽഡിങ്ങിൽ പല ഭാഗത്തും അവർ തോടുഫോട് ചെയ്ത്, അതായത് പൊട്ടിച്ച് വളരെ റൂഫെല്ലാം പൊട്ടിച്ച് വളരെ മോശമായ കണ്ടീഷനിലായിരിക്കുകയാണ്. ഞങ്ങളത് വിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ വിൽക്കാൻ വാങ്ങിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരുമ്പോൾ അവിടെയുള്ള ലോക്കൽ ആളുകൾ അവരെ നിരാശപ്പെടുത്തി പറഞ്ഞു വിടുകയാണ്. അത് കാരണം നമ്മുടെ ഒത്തിരി മാനസിക പ്രയാസം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ആ വിഷയത്തിൽ ആഗ്രഹിക്കുന്ന കർത്താവ് പ്രവർത്തിക്കട്ടെ. മറ്റൊരു പ്രാർത്ഥന വിഷയം കൂടെ, ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഈ പ്രശ്നങ്ങൾ കൂടി വരുന്നതോടുകൂടി വാടകയ്ക്ക് താമസിക്കുന്ന ദൈവദാസന്മാരുടെ അവരുടെ ലാൻഡ് ലോഡുകൾ, അവരുടെ വീടിൻ്റെ ഉടമസ്ഥർ വീടുകൾ വിട്ടൊഴിഞ്ഞു പോകാൻ, കാലി ചെയ്യാൻ ഒക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം മറ്റ് ആരാധനയ്ക്കും മറ്റു സ്ഥലം കിട്ടാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നു. സ്കൂളുകളും മിക്കതും ഒക്കുപ്പൈഡ് ആണ്, അവിടെയും നമുക്ക് ആരാധനയ്ക്ക് സൗകര്യം കിട്ടാറില്ല. സോ ഇങ്ങനെ വളരെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്കൻ കൺട്രീസിലും നമ്മൾ ദിനംതോറും കേൾക്കുന്ന ന്യൂസുകളുണ്ടല്ലോ. എത്രയോ ദൈവമക്കളെയാണ് ഈ മുസ്ലിം തീവ്രവാദികളെ, മുസ്ലിം ഗ്രൂപ്പുകൾ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കേട്ടു. ഇതൊക്കെ നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മൾ ഈ ലാസ്റ്റ് ഹവറിലാണ്, അവസാന മണിക്കൂറുകളിൽ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു. ഒരു ജെറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടി കൗണ്ട് ഡൗൺ പറയുന്നത് പോലെ കൗണ്ട് ഡൗൺ പീരീഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയവും സഭ എടുക്കപ്പെടാം. എന്നാൽ അതിനു മുമ്പ് ദൈവദാസന്മാർ ഒത്തിരി കഷ്ടങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി വില കൊടുത്തുകൊണ്ട് അവർ നമ്മുടെ ഭാരതത്തിലായിരിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം ഒരു ബേഡൻ ഈ ഇപ്രകാരം തൂലിക പോലുള്ളതായ ഗ്രൂപ്പുകൾക്ക് ദൈവം കൊടുത്തത് ഓർത്ത് ഞാൻ കർത്താൻ നന്ദി കരേറ്റുന്നു. ദൈവം മേൽക്കുമേൽ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥന സഹകാരികളിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത, ഈ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ലഭിച്ച ഒരു വാക്യമാണ്. ഞാൻ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. നമുക്കെല്ലാവരും വളരെ ഫെമിലിയർ ആണിത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്കും മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം. നമുക്ക് ഫെമിലിയർ ആണ്. ഈ ഭാഗത്തു കൂടെ എന്തെങ്കിലും ചിന്ത നമ്മളെ ദൈവം നമ്മളെ മനസ്സിലേക്ക് ഓർപ്പിച്ചു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതേ പരിസ്ഥിതിയിലാണ് ഇന്ന് പല ദൈവമക്കളും ആയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരം അനുഭവിക്കുന്നതായ, ടെൻഷൻ അനുഭവിക്കുന്നതായ ഒത്തിരി ദൈവമക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമുക്ക് ഈ എസ്തേർ എന്ന യൗവനക്കാരിയായ ആ യുവതിയുടെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം, ഈ എസ്തേറും അവളുടെ അങ്കിളായ മൊർദെഖായും അന്യദേശക്കാരാണ്, യഹൂദരാണ്. ഈ ദേശത്ത് അവർക്ക് പൗരത്വാവകാശമില്ല. എങ്കിലും ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ഈ എസ്തേറിന്
രാജ്ഞിയുടെ പദവിയിലേക്ക് അവള് സെലക്ട് ചെയ്യപ്പെട്ടു. നോക്ക്, അത് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം 127 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യത്തിൽ ഈ രാജാവിന് യോഗ്യയായ സ്ത്രീകളെ കിട്ടാഞ്ഞിട്ടല്ല, എന്നാൽ തികച്ചും അയോഗ്യയായ ഈ സ്ത്രീയെ ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കൃപ ആ സ്ത്രീയുടെ മേൽ ഉണ്ടായത് കാരണമായിട്ടാണ് അവൾ സെലക്ട് ചെയ്യപ്പെട്ടത്. അത് നിമിത്തം ഇപ്പോൾ രാജപദവിയിൽ തന്നെ രാജ്ഞിയുടെ പദവിയിലേക്ക് എത്തിച്ചേർന്ന അധികം നാളുകളായിട്ടില്ല. അപ്പോഴാണ് ഈ വലിയൊരു വെല്ലുവിളി ആ സ്ത്രീക്ക് നേരിടേണ്ടി വരുന്നത്. തൻ്റെ സമൂഹം മുഴുവനും, ഇത്രയും വലിയ സംസ്ഥാനങ്ങൾ ചിതറിപ്പാർത്ത് കിടക്കുന്നതായ യഹൂദന്മാരെ മുഴുവനും കൊന്നെടുക്കുവാനുള്ള ഓർഡർ, കൽപ്പന രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതിന് ഇനി മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ മൊർദെഖായി വളരെ ഭയചകിതനായി തീർന്നു. നീ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ല. പക്ഷെങ്കിൽ അദ്ദേഹം കരഞ്ഞ് വിലപിച്ച് സിറ്റിയുടെ നടുവിൽ നിൽക്കുന്ന വാർത്ത എസ്തർ അറിഞ്ഞപ്പോൾ കാരണം അന്വേഷിച്ചു. ആ കാരണം അദ്ദേഹം എസ്തറിനെ അറിയിക്കുന്നു. അതിനുശേഷം പറയുന്ന വാക്യമാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, മാത്രമല്ല ഇതിനായിട്ടല്ലോ, അങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഞാൻ കടത്തിവിടാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒത്തിരി ദൈവദാസന്മാർ ജയിലിനുള്ളിൽ പീഡ സഹിച്ചുകൊണ്ട്, ശാരീരിക ക്ലേശം അനുഭവിച്ചുകൊണ്ട്, അവരിൽ എത്രയോ പേര് ഓരോ രോഗത്തിന് അടിമകളായിരിക്കാം. ആ രോഗമെല്ലാം സഹിച്ചുകൊണ്ട്, മറ്റ് സഹതടവുകാരുടെ പീഡകൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ കിടക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ സ്വസ്ഥതയും സമാധാനവും സുഖവും അനുഭവിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഓർത്തിരിക്കുക, ദൈവം നമ്മളെ ഈ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്ന, ഈ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയല്ല. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സർക്കാരിനെ സ്വാധീനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞതായ ആ ദേവദാസിൻ്റെ ലീഡർ, ആ പ്രസ്ഥാനത്തിൻ്റെ ലീഡർ പക്ഷേ PC അലക്സാണ്ടർ ഒത്തിരി സ്വാധീനമുള്ള വ്യക്തിയാണ്. MP-മാരെയും MLA-മാരെയും ഈവൻ മന്ത്രിമാരെ എല്ലാം അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രവർത്തകനെ റിലീസ് ചെയ്യുവാൻ തക്കണം ഇവരൊന്നും മതിയായതല്ല. ഓർത്തിരിക്കുക, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ടീം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിച്ചിരിക്കാൻ ഒക്കത്തില്ല. അവരെല്ലാം ഹെൽപ്ലെസ് ആയിട്ട് മാറും. മാത്രമല്ല, അവരൊരിക്കലും മറ്റുള്ളവരുടെ ഫേവർ കളയാൻ ആഗ്രഹിക്കുന്ന ആളുകളുമല്ല. ചുരുക്കം വോട്ട് മാത്രം കിട്ടുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പൊതുവിൽ നിൽക്കാൻ പോയാൽ അവർക്ക് കിട്ടുന്ന വലിയ വോട്ടുകളായിരിക്കും അവർക്ക് നഷ്ടപ്പെടുന്നത്. അത് കാരണമായിട്ട് അവർക്ക് തടിക്ക് കേടില്ലാത്ത രീതിയിൽ അവർ ഒഴിഞ്ഞു മാറിയേ നിൽക്കുകയുള്ളൂ. അത് കാരണമായിട്ട് അവരിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നും ഇനിയും സാധ്യമല്ല. മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കും. നമ്മുടെ എക്സ്ക്യൂസുകൾ പറഞ്ഞ്, നമ്മുടെ ശാരീരിക ക്ഷീണങ്ങളോ നമ്മുടെ രോഗാവസ്ഥകളോ പറഞ്ഞ് നമുക്ക് മാറിയിരിക്കാൻ ഒക്കില്ല. മൊർദെഖായിയുടെ ഈ വാക്കുകൾ നമ്മളോട് ചോദിക്കുന്നു, ഈ കാര്യത്തിനായിട്ടല്ലോ, ഈ സമയത്തിനായിട്ടല്ലയോ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? നമുക്കിപ്പോൾ മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് സംഗതികൾ ഒത്തിരി സീരിയസ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. നോക്കുക, ആ എസ്തേർ ലഭിച്ച അവളുടെ ഹൈ പൊസിഷന് അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൾക്ക് വേണമെങ്കിൽ ചെലവിടാമായിരുന്നു. എന്നാൽ ദൈവമാണ് തന്നെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിസ്ക് എടുക്കുവാൻ തക്കണം അവൾ തയ്യാറാകുന്നു. നമ്മൾ വായിച്ചു വരുമ്പോഴേ, 4-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൾ പറയുന്ന ഒരു റീസണ്, രാജാവിൻ്റെ അനുവാദം കൂടാതെ ഒരു വ്യക്തിക്ക് പോലും രാജസന്നിധിയിൽ ചെല്ലാൻ സാധിക്കത്തില്ല. അത് സെക്യൂരിറ്റി റീസൺ ആണ്. കാര്യം, രാജാവിന് ശത്രുക്കളുണ്ട്.
അവരാരെങ്കിലും അനുവാദം കൂടാതെ രാജസേനയിൽ ചെന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് രാജാവിൻ്റെ അനുവാദം ഉള്ളവർക്ക് മാത്രമേ രാജസേനയിൽ പ്രവേശിപ്പാൻ അനുവാദമുള്ളൂ. എന്നാൽ ഈ എസ്തേറിന് അടുത്ത 30 ദിവസത്തേക്ക്, 1 മാസത്തേക്ക് യാതൊരു അപ്പോയിൻമെന്റും ലഭിച്ചിട്ടില്ല. അപ്പോൾ 2 ചോദ്യമാണ് മുമ്പിലുള്ളത്. ഞാനിപ്പോൾ റിസ്ക് എടുത്ത് പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ എൻ്റെ കഴുത്തു പോകും. നിർബന്ധമില്ല രാജാവ് എൻ്റെ മേൽ തൻ്റെ പൊൻചെങ്കോൽ നീട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. എങ്കിലും ഒരു മറുഭാഗത്ത് നശിക്കാൻ പോകുന്നതായ തൻ്റെ സ്വന്തം രക്തങ്ങളെ ഓർത്തുകൊണ്ട്, തൻ്റെ സ്വന്തം സമുദായങ്ങളെ ഓർത്തപ്പോൾ അവൾ തീരുമാനിച്ചു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഇഫ് ഐ ഡൈ ലെറ്റ് മീ ഡൈ. ആ റിസ്ക് എടുത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഒരു യൗവനക്കാരത്തിയായ സ്ത്രീ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പോകുവാൻ തക്കണം തീരുമാനമെടുത്തത്. നമ്മൾ ആ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, അവൾക്ക് അവളുടെ ആവശ്യത്തിന് വേണ്ടി അവളെ സഹായിക്കാൻ, അവളെ അസിസ്റ്റ് ചെയ്യാൻ തക്കണം 7 മെയ്ഡ്സിന് 7 ദാസിമാരെ കൊടുത്തിട്ടുണ്ട്, തോഴിമാരെ കൊടുത്തിട്ടുണ്ട്. അവൾ പറയുന്നത്, ഞാനും എൻ്റെ ദാസിമാരും ഉപവസിക്കാം. നോക്ക, ആ 7 പേരും വിശ്വാസികളോ യഹൂദരോ അല്ല. ആ 7 പേരും ഈ എസ്തേറിനോടൊപ്പം ഉപവസിക്കാൻ തയ്യാറായി. കാര്യം അത്രമാത്രം അവളുടെ സ്വാധീനം ആ സ്ത്രീകളുടെ മേൽ ഉണ്ടായി കാണാം. അവർ പോലും ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, എസ്തേറിന് വേണ്ടി ഉപവസിക്കുകയാണ്. ഉപവസിച്ചെന്ന് മാത്രമേ ആ ഭാഗത്ത് കാണുന്നുള്ളൂ. നാച്ചുറലി അതിനോടൊപ്പം പ്രാർത്ഥന ഉണ്ടായി കാണാം. കാര്യം വെറുതെ പട്ടിണി ഇരുന്നുകൊണ്ട് കാര്യം നടക്കത്തില്ല. ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഈ എസ്തേർ മനസ്സിലാക്കി. അവൾ മനസ്സിലാക്കി മറ്റൊരു കാര്യം, ഈ സ്ഥാനത്ത് വരാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തിയാണ്. എങ്കിലും ദൈവം എന്നെ, അനവധി ലക്ഷക്കണക്കിന് യുവതികൾ ഈ ദേശത്തുണ്ടായിരുന്നപ്പോൾ അവരുടെ നടുവിൽ നിന്ന് ദൈവം എന്നെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് ഫോർ എ പർപ്പസ്. ദൈവമക്കളെ, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് യാദൃച്ഛികമായിട്ട് നമ്മൾ വന്നു പെട്ടതല്ല. ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ഈ എസ്തേർ വളരെ ന്യൂ ആണ്, അവൾ പുതിയൊരു അപ്പോയിൻമെൻ്റ് ആണ്, അവൾക്ക് രാജാവിൻ്റെ അടുത്ത് ഇത്ര സ്വാധീനമില്ല, ഇതിനു മുമ്പ് രാജാവിൻ്റെ അടുത്ത് അവൾ പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഈ അസൈൻമെൻറ്റ് മൊർദെഖായി ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പുറകെ വരാൻ സാധ്യതയുള്ള എല്ലാ ഭവിഷ്യത്തും ദൈവത്തിന് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. ഒരു കാര്യം ഈ ഭാഗത്തുനിന്ന് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവം എന്തെങ്കിലും ഒരു ബേർഡൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുവാൻ തക്കണം ആവശ്യമായ എല്ലാ സന്നാഹങ്ങളും ദൈവം അതിൻ്റെ പിന്നിൽ ഒരുക്കി തരും. ദൈവം മുൻകൂർ യാതൊരു ഗ്യാരണ്ടിയും തരുന്നില്ല, നീ പൊക്കോ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറയുന്നില്ല. പക്ഷെ അവൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്തപ്പോൾ ആ വിശ്വാസത്തെ ആദരിക്കേണ്ട ബാധ്യത യഹോവയായ ദൈവത്തിനുണ്ടായി. അത് കാരണമായിട്ടാണ് യാതൊരു സാധ്യതയുമില്ലായിരുന്നിടത്ത് പോലും ആ രാജാവിൻ്റെ പൊൻകോൽ അവളുടെ നേരെ നീട്ടുവാനിടയായി തീർന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഈ 3 ദിവസക്കാലം അവർ ഉപവസിച്ച സമയത്ത് ദൈവം അവർക്ക് വേണ്ട ബുദ്ധി കൊടുത്തു കാണും, എങ്ങനെ ഓരോ സ്റ്റെപ്പും വെക്കണം എന്നുള്ളതിനെ കുറിച്ച്. കാര്യം ഒരു രാജാവാണ്, അവിടെ ഒരു പാഴ്വാക്ക് പറയാൻ ഒക്കത്തില്ല. അവളുടെ സ്റ്റെപ്പ് പിഴച്ചു പോയാൽ അവർക്ക് തന്നെ അപകടമാണ്. മാത്രമല്ല യഹൂദന്മാർ മൊത്തത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യും. ആ സമയത്ത് ദൈവം അവർക്ക് ആവശ്യമായ വിഷ്ഡം, ബുദ്ധി, പരിജ്ഞാനം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിമിത്തമായിട്ടാണ് അവള് തൻ്റെ അങ്കിളിനോട്, മൊർദെഖായോട് പറയുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കുക. ആ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഓർത്തു വയ്ക്കുന്ന നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ ദൈവം എത്രയോ അത്ഭുതങ്ങൾ നമ്മുടെ ഓരോ വിഷയങ്ങൾ ദൈവം നടത്തി തന്നിട്ടുണ്ടെങ്കിൽ, ഈ വിഷയങ്ങളിലും ഈ കഷ്ടം അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായി നിലവിളിച്ചാൽ ദൈവം വഴികളെ ഒരുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പലപ്പോഴും പല സംശയങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാൽ വെക്കാൻ
മടി കാണിക്കാൻ കാരണമായി തീരുന്നത്. ഞാൻ ചെന്നാൽ രാജാവ് തൻ്റെ പൊൻകോൽ എൻ്റെ നേരെ നീട്ടുമോ എന്നുള്ള സംശയം നോക്കുകയാണെങ്കിൽ, അതിന് മാത്രം അതിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യുവാൻ തക്ക നമുക്കിടയായി തീരത്തില്ല. എന്നാൽ അവളുടെ ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് അവള് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്ന അവൾക്കൊരു കാര്യമുണ്ട്. ഞാൻ ഏകയല്ല, എൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനവധിയായ വ്യക്തികളുണ്ട്. ദൈവമക്കളെ, ഇന്ന് ആ ജയിലുകളിൽ കിടക്കുന്ന ആ സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി ഇടപെടട്ടെ. കാര്യം ഒരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അറിവ് കൂടാതോ, ദൈവത്തിൻ്റെ പദ്ധതി കൂടാതോ, ദൈവത്തിൻ്റെ ആലോചന കൂടാതെ, ഉദ്ദേശം കൂടാതെ ആരും അവിടെ ചെല്ലുകയില്ല. ഒന്നിൽ അവിടെ കിടക്കുന്ന ഏതെങ്കിലും കൈദി, ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ദൈവത്തിൽ നടത്തുവാൻ ഈ വ്യക്തിയുടെ സഹകരണ കാരണമായെങ്കിൽ അതിനുവേണ്ടിയാകാം ദൈവം ആ വ്യക്തിയെ ആ ചില കാലത്തേക്ക് അവിടേക്ക് അയക്കുന്നത്. അവരോട് ഡീൽ ചെയ്യുന്ന പോലീസുകാർക്ക് അവരോട് ഫേവർ തോന്നാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ അവർക്ക് ബെയിൽ കിട്ടി എന്ന് വരില്ല. എന്നാൽ ആ സ്ഥാനങ്ങളിലെല്ലാം അവരെ ധാർമ്മികമായ ഒരു ധൈര്യം ദൈവം അവർക്ക് കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ എസ്തേറിന് മുമ്പിലുള്ളതായ വലിയൊരു ഒരു പ്രതിബന്ധം ആ ഹാമാനാണ്. ഹാമാൻ ഈസ് വെരി പവർഫുൾ. താൻ രാജ്യത്തെ രണ്ടാമനാണ്. മാത്രമല്ല, രാജാവിൻ്റെ ആ മുദ്രാമോതിരം ഇപ്പോൾ ഹാമാന്റെ കയ്യിലാണ്. ഹാമാൻ നിരൂപിക്കുന്ന എന്ത് കാര്യവും ചെയ്യുവാൻ തക്കണം ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ഓർത്തിരിക്കുക, എത്ര മുദ്രാമോതിരം ഹാമാന്റെ കയ്യിൽ വന്നാലും കാര്യങ്ങൾ തിരിക്കുവാൻ തക്കണം ദൈവത്തിന് അധികാരമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ നയിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പുള്ള പ്രതിസന്ധികളെ പേടിച്ച് നിൽക്കാതെ വണ്ണം നമുക്ക് വിശ്വാസത്താൽ പ്രാർത്ഥനയിലൂടെ സ്റ്റെപ്പുകൾ എടുക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ സുഖ സൗകര്യങ്ങളെ അല്പം കൂടെ മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി എടിവിൽ നിൽപ്പാനുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് സ്വീകരിച്ചാലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദമായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, നമുക്കറിയാം, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹമാണ് ഒരു പക്ഷെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരേണ്ട ആള്. താൻ ഒരു പക്ക ഹിന്ദു സന്യാസിയാണ്, ഒരു ഹിന്ദു മതത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ്. താൻ വെളുപ്പിന് 3 മുതൽ രാവിലെ 6 മണി വരെ തൻ്റെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ മന്ത്രവും തന്ത്രവും എല്ലാം ചെയ്തുകൊണ്ടാണ് തൻ്റെ ഡേ ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ശക്തിയെ വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവിട്ട് ദൈവത്തിന് പോരാടിയെങ്കിൽ മാത്രമേ ഒരു വിടുതൽ സംഭവിക്കത്തുള്ളൂ. ഒന്ന്, അധികാരം ഹാമാന്റെ കയ്യിലുണ്ട്. രാജാവിൻ്റെ മുദ്രാമോതിരം അവൻ്റെ കയ്യിൽ വന്നു. 2, അവൻ്റെ 10,000 താലന്ത് വെള്ളിയാണ് രാജാവിൻ്റെ ട്രഷറിയിലേക്ക് താൻ ഡൊണേറ്റ് ചെയ്തത്. 375 ടൺ സിൽവർ. ചില ആളുകൾ, പണ്ഡിതന്മാർ പറയുന്നത് അഹസ്വേരോസ് രാജാവിൻ്റെ ആനുവൽ ബഡ്ജറ്റിൻ്റെ 70% വരും അത്രയും തുക. ഹാമാൻ ചെയ്തപ്പോൾ താൻ വിചാരിച്ച് കാണും, യഹൂദന്മാരെ കൊള്ളയിടുമ്പോൾ എൻ്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അദ്ദേഹം ഇതിനു വേണ്ടി അത്രയും ഡൊണേറ്റ് ചെയ്തത്. എന്നാൽ ഇതൊന്നും കണ്ട് നമ്മുടെ നെഗറ്റീവ് സൈഡ് കണ്ട്, നമ്മുടെ പൊളിറ്റിക്കൽ എതിരാളികളുടെ പൊളിറ്റിക്കൽ സ്വാധീനം കണ്ട് നമ്മൾ പേടിച്ച് നിന്നാൽ ഒരിക്കലും നമുക്ക് പ്രാർത്ഥനയിൽ പോരാടുവാൻ തക്കണം നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ആയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ, ഈ അടയപ്പെട്ട വാതിലുകളെ, ആ പത്രോസിന് വേണ്ടി ആ ജയിലിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ ദൂതനെ ദൈവം നിയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ആ ദൈവദാസന്മാരുടെ കുടുംബങ്ങളുടെ അവസ്ഥകൾ ഞാൻ ഓർക്കാറുണ്ട്.
എത്രയോ വേദന ആ ദേവദാസന്മാർ, ഭാര്യമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അവർ സഹിക്കുന്നുണ്ടായിരിക്കാം. എല്ലാ ശനിയാഴ്ചകളിലും ഈ ബോർഡർ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കും. കർത്താവേ, നാളെ ആരാധന നടത്തുമ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടാകില്ലേ. നീ എല്ലായിടത്തും ദൂതന്മാരെ നിയോഗിച്ച് സാഹചര്യങ്ങളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. 2 വർഷം മുമ്പ് എൻ്റെ ഒരു കോവർക്കർ ഇതുപോലെ അദ്ദേഹം ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലേക്ക് 10-32 ബജരംഗദൾ പ്രവർത്തകർ കടന്നു എന്ന് അക്രമങ്ങൾ നടത്തി തന്നെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുപോയി കേസ് FIR ഇട്ടു. ആ വാർത്ത പല വിദേശ TV-കളിൽ പോലും വന്നതാണ്. ആ FIR ഇടാതിരിക്കാൻ വേണ്ടി അവരാകുന്ന ശ്രമിച്ചെങ്കിലും ചില ഇടപെടലുകളെ തുറന്ന് FIR ഇട്ടു. അങ്ങനെ കേസ് ചാർജായി. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട്, അതിനെതിരായിട്ട് ഈ ദേവദാസനെതിരെ ഏതോ ഒരു സ്ത്രീയെ കൊണ്ട് ആ സ്ത്രീയെ അദ്ദേഹം ഈ പാസ് ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്പരാതി കൊടുത്ത് ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു വടക്കേന്ത്യൻ ഭാഗങ്ങളിലും. ഈ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ വി ഹാവ് ടു ഗീവ് അക്കൗണ്ട്. ദൈവത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സാഹചര്യത്തിൽ ഈ വേദന ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ജയിലിൽ കിടക്കുന്ന ദേവദാസന്മാരെ നമുക്ക് ഓർക്കാം, അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയാ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമുക്ക് ശരീരത്തിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ജയിലിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനോ മറ്റൊന്നിനും തന്നെ സാധ്യമല്ല. ആ സാഹചര്യത്തിൽ അവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചുമതല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 22 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. പ്രവാചകന്റെ വിലാപമാണ് അവിടെ കാണുന്നത്. ഇന്ന് പെന്തിക്കോസ്തർ ധാരാളമുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ധാരാളമുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒത്തിരി പേരെ അല്ല ദൈവം ആഗ്രഹിച്ചത് അവിടെ. എസെക്കിയേലിന്റെ വിലാപം താൻ ഒത്തിരി പേരെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ, ദേശത്തിന്റെ നടുവിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, മതിൽ കെട്ടി ഇടിവിൽ നിൽപ്പാൻ തക്കൊണ്ട് ഒരു വ്യക്തിയെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിൽ ഒരു തീരുമാനം എടുക്കാമോ? കർത്താവേ, ആ വ്യക്തി ഞാനായി തീരട്ടെ. ശരീരത്തെ ക്ലേശനിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യമില്ല, ബന്ധനാവസ്ഥയിലായിരിക്കുന്നതായ 100 കണക്കിന് ദേവദാസന്മാരുടെ ആ ഭാരം എൻ്റെ മനസ്സിൽ തരയണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നും ദൈവം ഒരുപക്ഷെ അന്വേഷിക്കുന്ന, അവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, ദേശം ഈ ഇന്ത്യയിൽ ഒരു റിവൈവൽ, ഒരു ഉണർവ് ആരംഭിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥിക്കാതെ ഉണർവ് ആരംഭിക്കത്തില്ല. ഉണർവ് എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനമാണ്. ഞാനാണ് തീരുമാനിക്കുക എൻ്റെ ജീവിതത്തിൽ ഉണർവിൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ അതിനുവേണ്ടി വിധേയപ്പെടുന്നോ എന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ദൈവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ യേശു കർത്താവ് പറഞ്ഞ ഉപമയിൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. എന്നാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിൻ്റെ പ്രയോജനം എന്ന വഴിയിൽ വിതറാൻ മാത്രമേ അത് കൊള്ളുകൊള്ളൂ. നമുക്ക് ആ ഒരു വിശ്വാസി എന്ന ക്വാളിറ്റി, ഈ സമൂഹത്തെ രുചിപ്പിക്കുന്ന ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ നമ്മുടെ ദൗത്യത്തിൽ പുറകോട്ട് പോയാൽ, ഒരു സാധാരണ വ്യക്തിയുടെ രീതിയിലേക്ക് നമ്മൾ തരം താഴ്ന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനമില്ലാതായി തീരും. മനസ്സ് ചവിട്ടുന്ന ഉപ്പായിട്ട് മാറാതെ, ഉപ്പിൻ്റെ ആ ഫ്ലേവർ പുറപ്പെടുവിക്കുവാൻ തക്കണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വേദന ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ദൈവമക്കളായ ചുരുക്കം പേരെ, ഇന്ന് ഈ ഗ്രൂപ്പിനകത്ത് ചുരുക്കം പേരെ ഉള്ളൂ എങ്കിലും നമുക്ക് ആ ബേഡൻ നമ്മളെ ഭരിപ്പാൻ നമുക്ക് ദൈവത്തോട് പറയാം, എസെക്കിയേൽ അന്വേഷിച്ച വ്യക്തി ഞാനായി തീരട്ടെ കർത്താവേ. ഈ ദേശത്തിൻ്റെ ഇടിവിൽ നിന്ന് മധ്യസ്ഥ വഹിപ്പാൻ എന്നെ ഏൽപ്പിച്ച് തരുന്നതെന്ന് നമുക്ക് ദൈവത്തോട് പറയാം, പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് തീരുമാനിക്കാം. കേവലം ഒരു യുവതിയായ എസ്തേറിലൂടെ
ഒരു വലിയ സമൂഹം വിടുവിക്കപ്പെട്ടു എങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മുടെ അതിനുവേണ്ടി തയ്യാറായാൽ നമ്മുടെ ടേസ്റ്റ്, ആ ഫ്ലേവർ നമ്മൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സമൂഹത്തിനെ പ്രിസേർവ് ചെയ്യുവാൻ, സമൂഹത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ തക്കണം ദൈവം നമുക്ക് കരുത്ത് നൽകും. ആ എസ്തറിനെ കൊണ്ട് അത്രയും സാധിച്ചുവെങ്കിൽ ദൈവമക്കളെ ഓർത്തിരിക്കുക, ദൈവം ഇന്ന് നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊർദെഖായെ കുറിച്ച് നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. താനെ ഒരു ചാൻസും ഇല്ലായിരുന്നു. ആ മൊർദെഖായി വിശ്വാസൻ തന്നെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ തക്കണം തയ്യാറായത് നിമിത്തമായിട്ട് അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ കിട്ടിയത് മാത്രമല്ല, 10-ാം അധ്യായം ആരംഭ ഭാഗത്ത് വായിക്കുന്നുണ്ട്, തന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ബാബിലോണിയ സാമ്രാജ്യത്തിൽ, മേദ്യ പാർഷ്യ സാമ്രാജ്യത്തിൽ അവരുടെ ഹിസ്റ്ററിയിൽ പോലും മൊർദെഖായിയുടെ റെക്കോർഡ് രേഖപ്പെടുത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആ മൊർദെഖായിയുടെ കാലത്ത് വ്യാപരിച്ച ദൈവശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. അന്ന് നടന്ന ആ ദൈവം, അന്ന് പ്രവർത്തിച്ച അതേ ദൈവം, അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് പ്രവർത്തിച്ച അതേ ദൈവശക്തി, മൊർദെഖായിയുടെ മനസ്സിൽ പ്രേരണ കൊടുത്ത ആ ബേഡൻ കൊടുത്ത ആ ദൈവശക്തി ഇന്നും നിലകൊള്ളും. ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ജനത്തിന് വേണ്ടി ദേശത്തിന് നടുവിൽ ഇടിവിൽ നിൽപ്പാൻ, ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്, ദൈവത്തിനും ദേശത്തിനും ഇടയ്ക്ക് നിലകൊള്ളുവാൻ തക്കണം ഒരു വ്യക്തി ദൈവം അന്വേഷിക്കുന്ന ആ വ്യക്തി ഞാനായി തീരുവാൻ തക്കണം. ദൈവമേ എന്നെ സഹായിക്കണമേ, എനിക്കുള്ള ഭാരം തരണമേ. നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റ് വെറും ഷോപ്പിംഗ് ലിസ്റ്റായിട്ട് അതപ്പതിക്കാതെ വണ്ണം ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവമേ എനിക്ക് പ്രേരണ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓർക്കുക, ജയിലിന് ഉള്ളിൽ ഉറങ്ങാൻ സാധിക്കാതെ, കാലാവസ്ഥയുടെ ചൂട് കാരണമായിട്ട്, മറ്റു സഹതടവുകാരുടെ ചെയ്യുന്ന ഉപദ്രവം നിമിത്തമായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ, ഒരു സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടം സഹിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ളതായ മനുഷ്യര് ദൈവത്തിന് സുവിശേഷ നിമിത്തം ഇന്ന് പീഡ സഹിച്ചുകൊണ്ടായിരിക്കുമ്പോൾ നമ്മൾ സുഖസൗകര്യം നോക്കി, നമ്മുടെ സൗകര്യം മാത്രം പരിഗണിച്ച് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. ഇത് പുതിയ സന്ദേശമല്ലായിരിക്കാം എങ്കിലും എൻ്റെ വാക്കുകൾ അധികം നീട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാരമുള്ള ഉപ്പായിട്ട് തീരുവാൻ ദൈവം എത്ര വർഷമായിട്ട് ഞാൻ ഉപ്പിൻ്റെ ഭാവം കാണിക്കുന്നുണ്ടെങ്കിലും എന്നിൽ നിന്ന് ആ ഉപ്പിൻ്റെ ഗുണങ്ങൾ ഇതുവരെയും പുറപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ സമൂഹത്തെ ഒന്ന് പ്രിസേർവ് ചെയ്യുവാൻ, എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, എൻ്റെ കമ്മ്യൂണിറ്റിയെ രുചിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറുവാൻ, യേശുവിലേക്ക് നടത്തുന്ന വ്യക്തിയായിട്ട് മാറുവാൻ ദൈവം എനിക്ക് ഇതുവരെയും സാധിച്ചില്ലല്ലോ എന്നുള്ള ആ ഭാരം നമ്മളെ ഭരിക്കുമെങ്കിൽ നമ്മുടെ ഈ ഐഡലായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തക്ക നമ്മൾ തയ്യാറാകും. ഈ കാലത്തിനായിട്ടല്ലോ ദൈവം നമുക്ക് ആരോഗ്യം തന്നത്, ഈ കാലത്തിനായിട്ടല്ലോ ദൈവം നമുക്ക് ഭൗതിക നന്മകൾ തന്നത്, ഈ കാലത്തിനായിട്ടല്ലോ ഇങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുവാൻ നമ്മളെ ദൈവം അവസരങ്ങൾ തന്നത്. നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനം. ഇറ്റ് ഈസ് നോട്ട് ആക്സിഡന്റ്. ഇത് യാദൃശ്യമായിട്ട് വന്നില്ല. കർത്താവിന് പർപ്പസ് ഉണ്ട് നമ്മളെക്കുറിച്ച്. ആ പർപ്പസ് പൂർത്തീകരിപ്പാൻ തക്കണം ദൈവമേ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ അടുത്ത് വരാം. ആ എസ്തേറിനെ ഉപയോഗിച്ച കർത്താവ്, ആ മൊർദെഖായി ഉപയോഗിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തി ഞാനായി തീരുവാൻ തക്കണം. ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും സമർപ്പണത്തോടു കൂടി നമുക്ക് ഇന്ന് ഈ മീറ്റിങ്ങിൽ നിന്ന് പിന്മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രിയ പാസ്റ്റർ ബ്ലസ്സിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് തന്നത് ദൈവം തന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ സമയത്ത് ഈ പ്രശ്ന സങ്കീർണമായ
ഈ സാഹചര്യത്തിൽ ആദിമ നൂറ്റാണ്ടിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായി. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടം അത്രയുമല്ല. എങ്കിൽ തന്നെയും ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ നമ്മുടെ സഭ നേരിട്ടതിൽ വെച്ച് വലിയ വെല്ലുവിളികളാണ് ഈ ദിവസങ്ങളിൽ ഭാരത സഭ പ്രത്യേകിച്ച് സഭകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ എത്രമാത്രം നാം പ്രാർത്ഥിക്കണം, എത്രമാത്രം നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ പ്രാർത്ഥനാ ലൈനുകളെ എല്ലാം ദൈവം ഉണർത്തി, ദൈവം ഒരുക്കി. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കുന്നു. വളരെ ശക്തമായ ഒരു മാറ്റം ദൈവം കൽപ്പിക്കുമാറാകട്ടെ. ജയിലുകളായിരിക്കും ദൈവദാസന്മാരുടെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ശത്രു എത്ര ശക്തനാണെങ്കിലും, അവൻ എത്ര സാമ്പത്തിക ശേഷിയുള്ളവനാണെങ്കിലും, അവന്റെ പ്രഹരശേഷി എത്ര വലുതാണെങ്കിലും, ഒരു നിമിഷം കൊണ്ട് സകലതും നമ്മുടെ ദൈവത്തിന് മാറ്റാൻ കഴിയുമെന്ന് ഇന്ന് നാം സേവിക്കുന്ന ദൈവത്തിന് ഹാമാന്റെ ആ സ്വാധീനവും പണവും ആ പൊളിറ്റിക്കൽ പവറും ഒക്കെ ഉണ്ടായിട്ടും അവൻ സാഹചര്യത്തെ എല്ലാം ദൈവമക്കൾക്ക് അനുകൂലമാക്കി തീർത്തത് എപ്രകാരമാണോ അതുപോലെ ഇന്നും ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലയാളം പ്രയർ ലൈനിൽ വന്ന വചന ശുശ്രൂഷ കർത്തദാസനോട് നന്ദി അറിയിക്കുന്നു. ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മലയാളം പ്രയർ ലൈനിന്റെയും അതുപോലെ തന്നെ തൂലിക ടിവിയുടെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസനെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസൻ പിറവത്ത് നിന്നും സാബു ബേബി പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുകയും മലയാളം പ്രയറിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ജോൺ മാത്യു അങ്കിള് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. Praise to Jesus, praise to Jesus, praise to Jesus. Amen. സ്തോത്രം. പ്രാർത്ഥിക്കാം നമുക്ക്. Praise the Lord, praise the Lord. Amen, amen. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന വിശ്വസ്തതകൾക്കായി സ്തോത്രം. മലയാളം പ്രയറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യ കൂടെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രസിഡന്റ് ചെയ്യുവാൻ പ്രസിഡന്റ് പാസ്റ്റർ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കൃപയിൽ ദൈവം അറച്ച വിശ്വസ്തതകൾക്കായി സ്തുതിക്കുന്നു. വിവിധ വിഷയങ്ങളെ വഹിച്ചു പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ അത്യന്തം അത്ഭുതകരമായ പ്രവർത്തികളെ ഈ ദിവസങ്ങളിൽ കാണുവാൻ കർത്താവ് സഹായിക്കുന്ന വിശ്വസ്തതകൾക്കായി സ്തോത്രം. നല്ല കർത്താവ് ഞങ്ങളുടെ ബലമേറിയ കരത്തിൽ സമർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ നാഥ, അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷിപ്പ് ദൈവം ഞങ്ങൾക്ക് ഇന്ന് നൽകിയ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിളിച്ചറിയാൻ പാസ്റ്റർ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേശം കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ വലിപ്പത്തെ ഒന്നുകൂടെ കാണുവാൻ, ദൈവമക്കളുടെ ദൗത്യം ഒന്നുകൂടെ തിരിച്ചറിയുവാൻ, ദൈവം ഏൽപ്പിച്ചതായ ആ വലിയ ശുശ്രൂഷ എത്ര വലുതാണെന്ന് ബോധ്യമാകുവാൻ ദൈവം ഇന്ന് സഹായിച്ച വിശ്വസ്തതകൾക്കായി സ്തോത്രം. എസ്തറിൽ കൂടെ, പുസ്തകത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ദൈവവചന സന്ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. കഷ്ടതയും ഭാരവും ദുഃഖവും അനുഭവിക്കുന്ന, വിശേഷാൽ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സഭകൾക്ക് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി, അവിടുത്തെ വേലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്താട്ടെ, വലിയ വിടുതലുകളെ ചെയ്താട്ടെ. ഈ സമയത്ത് ഞങ്ങൾ ആരെല്ലാം ജയിലറകളിലായിരിക്കുന്നുവോ, സുവിശേഷ നിമിത്തം ആരെല്ലാം പീഡനങ്ങൾ അനുഭവിക്കുന്നുവോ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, ഇന്ന് നീ മിണ്ടാതിരുന്ന നാഥ, ഇത് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കപ്പെടേണ്ട ദിവസങ്ങളും സമർപ്പിക്കപ്പെടേണ്ട ദിവസങ്ങളും ദൗത്യം തിരിച്ചറിയേണ്ട ദിവസങ്ങളുമാകിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ ഐശ്വര്യമായി വീണ്ടും കൃപകളെ വഹിക്കണമേ. ചെയ്യുന്ന എല്ലാ മിനിസ്ട്രിയെയും ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കുടുംബമായി ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം. മലയാളം പ്രയറിലെ എല്ലാ പ്രവർത്തകർക്ക് വേണ്ടി, അഡ്മിനിസ്ട്രേഷന് വേണ്ടി, കോർഡിനേറ്റേഴ്സിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഐശ്വര്യമായും അനുഗ്രഹമായ ഭുജം നൽകി വിശ്വസ്തയോടെ കാക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. തുലികാറ്റിയുടെ പ്രവർത്തനങ്ങളെ, ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. എല്ലാ ഭാഷകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. നാളെ ഞങ്ങൾക്ക് വളരെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിക്കണം. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇതിൽ ജോയിൻ ചെയ്ത ഓരോരുത്തരെയും, ഫേസ്ബുക്കിൽ കണ്ട ഓരോരുത്തരെയും ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. എല്ലാ നന്മയ്ക്കായി ചെയ്യും, മഹത്വത്തിനായി ചെയ്യും. യാചന സ്വീകരിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപേറിയ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ.
അമ്മേ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും ആമേൻ. യാചനയും കേട്ടതാണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിക്കപ്പെട്ട സകല വിഷയങ്ങളോടും ശേഷാൽ ഇന്ന് രാത്രി